കല്യാണ പെണ്ണിനെയും കൊണ്ട് വീട്ടിലെത്തി. പക്ഷെ എന്താ സംഭവിച്ചത്? കല്യാണ ചെറുക്കൻ അന്ന് വീട്ടിൽ നിന്ന് അങ്ങ് മാറി. പിന്നെ വീട്ടിൽ കയറാതായി. അങ്ങനെ അമ്പലങ്ങളിലുമൊക്കെ തൊഴുതുമൊക്കെ പ്രാർത്ഥിച്ചങ്ങനെ നടക്കുന്നു. കല്യാണപ്പെണ്ണ് വളരെ ആകാംക്ഷയോടെ ഇന്ന് വരും നാളെ വരും, ഇന്ന് വരും നാളെ വരും എന്ന പ്രതീക്ഷയിൽ അങ്ങനെ ഇതാ നോക്കി നിൽക്കുന്നു. ഒടുവിൽ ഒരു സുഹൃത്തിൻ്റെ കൂടെ നാണു വീട്ടിലെത്തുന്നു. എല്ലാവർക്കും സന്തോഷമായി. കല്യാണപ്പെണ്ണിന് അതിനേക്കാൾ ഒരു സന്തോഷമായി. പക്ഷെ ഒന്നും പറയാതെ അകത്തേക്ക് കയറുന്നു. അകത്ത മുറിയിൽ കരുതിയ കുറച്ച് പഴങ്ങൾ എടുത്തുകൊണ്ട് വന്ന് 2 പഴം കഴിച്ചു. ബാക്കിയുള്ളത് കൂടെ വന്ന ആളിനും കൊടുത്തു. എന്നിട്ട് ആ വീട്ടിലുള്ളവരോടായി, പ്രത്യേകിച്ച് കല്യാണ പെണ്ണിനോടായി പറഞ്ഞു, ഈ ലോകത്ത് ഓരോരുത്തരും ജനിക്കുന്നത് ഓരോ കാര്യങ്ങൾ സാധിക്കുന്നതിന് വേണ്ടിയാണ്. എനിക്ക് എൻ്റേതായ ചില കടമകളും കാര്യങ്ങളും ചെയ്തു തീർക്കുവാനുണ്ട്. അതുകൊണ്ട് ഞാൻ ഈ വീട് ഉപേക്ഷിച്ച് പോകുന്നു. നിങ്ങൾക്കും അതുപോലെ നിങ്ങളുടേതായ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ കാണും. അത് ചെയ്ത് സംതൃപ്തിയോടെ കഴിയുക. അത്രയും പറഞ്ഞ് അദ്ദേഹം വെളിയിലിറങ്ങി തിരിഞ്ഞു പോലും നോക്കാതെ നടന്നു പോകുന്നു. ആ പടിവാതിക്കൽ വിങ്ങിപ്പൊട്ടിയ മനസ്സുമായി, നിലവിളിയോടെ, കരഞ്ഞു കലങ്ങിയ കണ്ണുമായി കാളിയമ്മ നിൽക്കുന്നു. ഒരാശ്വാസവാക്ക് പറയുവാൻ കൂടി നിൽക്കുന്ന കുട്ടിയമ്മയ്ക്കോ അമ്മാവനോ അച്ഛനോ ആർക്കും കഴിയുന്നില്ല. ആ വിങ്ങിപ്പൊട്ടി നിൽക്കുന്ന കാളിയമ്മയെ ആശ്വസിപ്പിക്കാൻ ആർക്കും കഴിയുന്നില്ല. നിലവിളിക്കുകയാണ്. ആശകളാൽ അനുരാഗ വിവശയ ആത്മാവിലെന്നോ കുടികൊള്ളുവോൻ. ആശകളാൽ അനുരാഗ വിവശയ ആത്മാവിലെന്നോ കുടികൊള്ളുവോൻ. ഒന്നും പറയാതെ ഒന്നു തലോടാതെ എന്തിനാണ് എന്നിൽ നിന്നകന്നിടുന്നു. ഒന്നും പറയാതെ ഒന്നു തലോടാതെ